സ്റ്റാൻലി അലീനയുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അലീന ഒഴിഞ്ഞു മാറി പുറത്തേക്ക് ഓടുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ്റെ അടുത്ത്, അലീനയുടെ അടുത്ത് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ, ഞാനാണ് പപ്പയെന്നൊന്നും പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വരുന്ന വഴി പറഞ്ഞിട്ടുണ്ട്, സ്റ്റാൻലിയാണ് അവളുടെ പപ്പ എന്നുള്ളത് അവൾക്കറിയാം, പക്ഷേ നിങ്ങളാണെന്നുള്ളത് അവൾക്കറിയില്ല. അന്ന് വരുമ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ, അതിൻ്റെ ദേഷ്യമായിരിക്കും, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്ത് പോയിട്ട് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ എന്നെ പറ്റിച്ചില്ല, രണ്ടുപേരും കൂടെ എന്നെ പറ്റിക്കായിരുന്നോണോ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അന്ന് വീട്ടിൽ വന്നപ്പോൾ തന്നെ ഇതാണ് നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ അയാൾ നിന്നെ സ്വീകരിച്ചില്ലെങ്കിൽ നിനക്കത് ഒരുപാട് വിഷമമാവില്ലേ, അതുകൊണ്ടാണ് അന്ന് പറയാതിരുന്നത്. ഒരാളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്കൊരു മകളുണ്ട് എന്ന് പറയുമ്പോൾ അവരൊന്ന് അന്വേഷിക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ് അവരന്ന് കാണണമെന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്, ഞാനും കൂടെ അറിഞ്ഞിട്ടായിരുന്നു അന്ന് വന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എവിടെയാണെന്ന് എന്താണെന്നോ ഒന്നും അറിയില്ല, നമുക്ക് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അലീനയെ സമാധാനിപ്പിച്ചിട്ട് അങ്ങനെ കൂട്ടിയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് സ്റ്റാൻലിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മോൾക്കൊരു സംശയമുണ്ട്, നിങ്ങളുടെ ഭാര്യയും മക്കളും എവിടെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഭാര്യയും മക്കളും വേറൊരു വീട്ടിലാണ്, ഇത് എൻ്റെ തോട്ടം നോക്കാൻ വേണ്ടി ഞാൻ മേടിച്ച വീടാണ്, അപ്പോൾ ഇവിടെ ഞാനും എൻ്റെ കുറച്ച് സെർവൻസും മാത്രമേ ഉള്ളൂ, അവരെ എല്ലാവരെയും അലീനയ്ക്ക് പരിചയപ്പെടുത്തി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട് അലീനയുടെ അടുത്ത്. അവിടെ ജോലിക്ക് നിൽക്കുന്നവരാണെങ്കിൽ അടുക്കളയിൽ ഇങ്ങനെ ഓരോ ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട്. ആ വന്ന പെൺകുട്ടി ആരാണെന്നറിയാതെ ഇനി അവരുടെ ബന്ധുവാണെങ്കിൽ നല്ല പരിചയം കാണില്ല, ഇത് പരിചയമില്ലാത്തൊരു വീട്ടിലൊന്നും നിൽക്കുന്ന പോലെയല്ലേ, ആരാണാവോ എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ വരുന്ന പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടാളെയും സ്റ്റാൻലി ചായ കുടിക്കാൻ ക്ഷണിക്കുന്നുണ്ട്. ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, ഞങ്ങൾ വരുമ്പോൾ കഴിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അപ്പോൾ അവിടെ വന്നപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ചായ കുടിച്ചില്ലേ, അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാൻ, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീനയും പറയുന്നുണ്ട്, നമുക്ക് കഴിക്കാം അച്ഛാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് പോയിട്ട് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിൽക്കുന്ന പണിക്കാരെയും ആൻ്റപ്പനെയൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇതെൻ്റെ മകളാണ്, ഈ മകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, 23 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയിൽ നിന്ന് ഉണ്ടായതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കേട്ടതും അലീന അങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് പരിചയപ്പെടുത്തുന്നത് കണ്ടപ്പോൾ. ഈ വീട്ടിൽ അലീനയ്ക്ക് ഒരു പണിയുമില്ല, ഇവിടെ ബുക്കുണ്ട്, അത് വായിക്കാം, പിന്നെ TV കാണാം, മ്യൂസിക് കേൾക്കാം, അങ്ങനെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്, ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് കഴിക്കേണ്ട ജോലി മാത്രമേ ഇവിടെയുള്ളൂ, വേറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അലീനയ്ക്ക്. അവളാണെങ്കിൽ വീടും എല്ലാം കണ്ടിട്ട് ഒരുപാട് പേടിച്ച പോലെയാണ് ഇങ്ങനെ നിൽക്കുന്നത്, ഒരുപാട് സങ്കടമൊക്കെ വരുന്നുണ്ട് മുഖത്ത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.